അച്ഛാ ഞാനും കൂടി വരട്ടെ അച്ഛാ, എന്നെ കൂടി കൊണ്ടുപോവാൻ അമ്മയോട് പറ അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ അച്ഛാ. ഇങ്ങനെ കിടന്ന് കെഞ്ചുന്നത് മറ്റാരുമല്ല, നമ്മുടെ നായികയായ നമ്മുടെ അഞ്ജലിയാണ്. പക്ഷേ അമ്മയാണെങ്കിലുണ്ടല്ലോ സാവിത്രി, ഒരു രക്ഷയില്ല, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. അവിടെ ഇനി പിന്നീട് മറ്റൊരു അപ്പീലും ഇല്ല. അപ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ദേവി ഉണ്ടല്ലോ കടയിലേക്ക് പാഞ്ഞുകൊണ്ട് വരികയാണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ശിവനാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവി ആരും കാണാതെ, ബാലനോ ആരും കാണാതെ തന്നെ ശിവന് വേണ്ടുന്ന കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് ഒരു പാത്രത്തിനകത്താക്കിയിട്ട് അതൊരു ബിഗ് ഷോപ്പറിലാക്കിയിട്ട് അതും തൂക്കിപ്പിടിച്ച് വീടിൻ്റെ അടുക്കളയുടെ പിന്നാമ്പുറത്തുകൂടി പോവുകയാണ് നമ്മുടെ ദേവി. ഓടി ഓടി പോവുകയാണ്. കാരണം ബാലൻ കാണുന്നതിന് മുമ്പ് തന്നെ വീടെത്തണമല്ലോ. അതിനുശേഷമല്ലേ അമ്മയുടെ ഷഷ്ടിപൂർത്തിക്കായിട്ട് പോവേണ്ടു. അങ്ങനെ നമ്മുടെ ദേവി പാഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. ആ സമയത്താണെങ്കിൽ കടയിലാണെങ്കിൽ നല്ല തിരക്കുള്ള സമയമാണ്. നമ്മുടെ ശങ്കരമാമനും അതുപോലെ തന്നെ ശങ്കരമാമനല്ല, നമ്മുടെ പിള്ളമാമനും നമ്മുടെ ശിവനും കൂടി കസ്റ്റമറിനെയൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണം, ആ ശിവ, ആ ഏട്ടത്തിയോ, ഏട്ടത്തി എന്താ ഏട്ടത്തി, ആ നീ നല്ല ആളി തന്നെ, ഇത്രയും നേരമായിട്ട് നിനക്ക് ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് തോന്നിയില്ലല്ലോ. നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ ഇത് കഴിക്ക് ശിവ. ആ ഏട്ടത്തി, ഞാൻ ഇവരെയൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കട്ടെ, അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ എടുത്ത് കൊടുത്തോളാം, നീ കഴിക്കടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം ദേവി വന്ന കസ്റ്റമറിനെയൊക്കെ ഡീൽ ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമർ പിന്നെ പോയി കഴിഞ്ഞു. അതിനുശേഷം ദേവി വന്നിട്ട് പറയുകയാണ്, ശിവ അവിടെ ഇരിക്കുക, പോയി കൈ കഴുകിയിട്ട് വാ, ഭക്ഷണം ഞാൻ വിളമ്പിത്തരാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ദേവി അവിടെ അങ്ങോട്ട് മാറ്റിയിട്ടിരുന്ന ഒരു കുഞ്ഞു ബെഞ്ച് എടുത്തുകൊണ്ട് വരികയാണ്. ആ ബെഞ്ച് അവിടെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പ്ലേറ്റ് വച്ചിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കുകയാണ്. ആ ഇതാ ശിവ, നിനക്ക് ഇഷ്ടപ്പെട്ട ചട്നി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഡ്ഡലിക്ക് ചട്നിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കടയിൽ സാധനം മേടിക്കാൻ ആൾ വരികയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ആ ഏട്ടത്തി ഞാൻ എടുത്ത് കൊടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ, വേണ്ട വേണ്ട, നീ എടുത്ത് കൊടുക്കുകയൊന്നും വേണ്ട, നീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഏട്ടത്തി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി ചെല്ലുകയാണ്. എന്നിട്ട് ദേവി അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 915 രൂപ എന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ട് ബാലൻസൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ശിവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം നെറുകയിൽ കയറുകയാണ്, ശിരസിൽ കയറുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി വന്നിട്ട്, എന്താ ശിവ ഇത്, എരിവൊക്കെ കുറച്ചല്ലേ വെച്ചിട്ടുള്ളായിരുന്നു, എന്നിട്ട് എന്താ മണ്ടയിലൊക്കെ കയറുന്നത്, മെല്ലെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ പുള്ളിക്കാരനെ കുടിപ്പിക്കാൻ, എന്നിട്ട് ഇങ്ങനെ നെറുകയിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശാരദയെടുത്തി വരികയാണ്, സാധനം മേടിക്കാനായിട്ട് വരികയാണ് ശാരദയെടുത്തി. അങ്ങനെ ചെന്നിട്ട് നമ്മുടെ ശാരദയെടുത്തി പറയണ, ആഹാ ദേവിമോൾ വന്നിട്ടുണ്ടായിരുന്നോ, ദേവിമോളുടെ അമ്മയുടെ പിറന്നാൾ ഇന്നാണെന്നൊക്കെ അറിഞ്ഞല്ലോ, എന്നിട്ട് ദേവിമോൾ എന്താ പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ പോണ് ശാരദയെടുത്തി, ഇവനാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നത്, അപ്പോൾ ഇവനുള്ള ഭക്ഷണവും കൊണ്ട് വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. ആ ദേവിമോളുള്ളത് കൊണ്ട് നിങ്ങളാരും ഒന്നും അറിയുന്നില്ല, ആ സാധനം ദേവിമോൾ എടുത്ത് തരുമല്ലോ അല്ലേ എന്നിങ്ങനെ പറയണം. അങ്ങനെ ദേവി ഭയങ്കര സ്പീഡിൽ സാധനങ്ങളെല്ലാം എടുത്ത് കൊടുക്കുന്നത്, കെട്ടിപ്പൊതിഞ്ഞൊക്കെ കൊടുക്കുന്നതിൻ്റെ ആ ഒരു വെപ്രാളമൊക്കെ കണ്ടിട്ട് നമ്മുടെ ശാരദയെടുത്ത് ഇങ്ങനെ നമ്മുടെ ദേവിയെ തന്നെ ഇങ്ങനെ നോക്കി കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ശാരദയെടുത്തേക്ക് എല്ലാ സാധനങ്ങളും പറക്കി സഞ്ചിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശാരദയെടുത്ത് പറയുകയാണ്, കണ്ടില്ലേ ശിവ, ഇങ്ങനെ ഒരു ഏട്ടത്തിയമ്മയെ കിട്ടിയതുണ്ടല്ലോ നിങ്ങളുടെ ഭാഗ്യമാണ്, അല്ലാതെ വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിലുണ്ടല്ലോ കാണായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അതുമാത്രമല്ല ദേവിമോൾക്ക് ഇത് എന്താ സ്പീഡ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ പിള്ളച്ചേട്ടൻ പറയുകയാണ്, ആ ദേവിമോളെ കണ്ണ് വെക്കലേ ശാരദേ എന്നിങ്ങനെ പറയാണ്. അയ്യോ ഞാൻ കണ്ണൊന്നും വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശാരദയെടുത്ത് പറയുകയാണ്, ദേവിമോളെക്കുറിച്ച് കവലയിൽ എല്ലാവരും പറയാറുണ്ട്, ബാലൻ്റെ ഭാഗ്യമാണ്, ബാലൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും ഭാഗ്യമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി എന്ന്, വേറെ ആരെങ്കിലും ആണെങ്കിലും ഉണ്ടല്ലോ എന്നീ ബാലനെയും കൊത്തിയെടുത്ത് ഇവരെ നാല് വഴിക്കാക്കിയിട്ട് പോയാനെ എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ നമ്മുടെ ശാരദ അടിച്ചിറക്കുകയാണ്. അതിനുശേഷം ശാരദ പറയുകയാണ്, ആ ശിവ, നിങ്ങളുടെയൊക്കെ വിവാഹം കഴിയുമ്പോഴും ഈ ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെ തന്നെ സ്നേഹം ഉണ്ടാവണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ
നമ്മുടെ ശിവൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങളോട് ആരാ പറഞ്ഞത് വിവാഹം കഴിഞ്ഞെന്നും പറഞ്ഞ് ഏട്ടത്തിയോട് സ്നേഹം ഉണ്ടാവില്ലെന്ന്? ശാരദയേട്ടത്തി തന്നെ വരവ് വെച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, സാധാരണ എല്ലാ കുടുംബത്തിലും അങ്ങനെയൊക്കെ ആണല്ലോ കാണപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ എന്നും സന്തോഷമായിട്ട് കഴിയണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സാധനം ഇട്ടുകൊടുത്ത സഞ്ചിയും കൊണ്ട് പുള്ളിക്കാരത്തി ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ദേവി ചോദിക്കണം, ആ ശാരദയെടുത്തി പൈസ തന്നിട്ടില്ല കേട്ടോ, അത് കുറിച്ചോളൂ ദേവി മോളെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുതരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശാരദയെടുത്തി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദേവിക്ക് വിഷമാവുകയാണ് ശാരദയെടുത്തി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ദേവി ശിവനോട് ചോദിക്കണം, ശിവ ശാരദയെടുത്തി പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ വേറെ കുടുംബമാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഏട്ടത്തി ഇഷ്ടമല്ലാണ്ടാവോ? ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം അപ്പോൾ ഉണ്ടാവില്ലേടാ ശിവ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയണ, അതൊക്കെ കാലം കൊണ്ട് തെളിയിക്കേണ്ട കാര്യമല്ലേ ഏട്ടത്തി, ഇപ്പോഴേ അതൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഏട്ടത്തി എന്തിനാ ഇങ്ങനെ വിഷമിക്കാൻ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പിള്ളമാവൻ പറയുകയാണ്, അത് ശരിയാ ദേവിമോളെ, ഇവർക്ക് ഒരിക്കലും ദേവിമോളോട് അങ്ങനെ ഒരു ഇഷ്ടക്കുറവും തോന്നുന്നില്ല, കാരണം ദേവിമോള് അവർക്ക് ഏട്ടത്തി മാത്രമല്ലല്ലോ അമ്മ കൂടിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, അങ്ങനെ നമ്മുടെ ദേവിക്ക് സന്തോഷമാവുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പുകയാണ്. എന്നിട്ട് ദേവി നേരെ പോയിട്ട് പാത്രങ്ങളൊക്കെ പറക്കി എടുക്കുകയാണ് കൊണ്ടുപോകാനുള്ള. എന്നിട്ട് ശിവനോട് പറയണം, ശിവ ദേ പിറന്നാളിന് സമയത്ത് വന്നേക്കണം, കടയെന്നും പറഞ്ഞ് നീ ഇവിടെ കടയിൽ തന്നെ ഒതുങ്ങി കൂടരുത് കേട്ടോ. പിന്നെ നിനക്ക് മാറാനുള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, കവറിനകത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി ഇറങ്ങുകയാണ്. ദേവി പോയി കഴിയുമ്പോൾ പിള്ളാച്ചേട്ടൻ പറയണം, എടാ ശിവ നീ ഇങ്ങനെ കടയെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാതെ നീ പെട്ടെന്ന് തന്നെ നീ പോവാൻ നോക്ക്, ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെല്ലണം. അതിന് സമയമുണ്ടല്ലോ പിള്ളാച്ചേട്ടാ, കുറച്ചുകൂടി കഴിയട്ടെ. അങ്ങനെ കുറച്ചുകൂടി കഴിയണ്ട, നിൻ്റെ സ്വഭാവമല്ലേ, നീ ഇങ്ങനെ നിന്നിട്ട് നീ സമയത്ത് പോവാതിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ പറയുകയാണ്. അതിനുശേഷം പിള്ളച്ചേട്ടൻ പറയുകയാണ്, ദേവി മോള് പ്രത്യേകം വന്ന് പറഞ്ഞതാണ്, നീ ചെന്നില്ലെങ്കിലുണ്ടല്ലോ ദേവി മോൾക്ക് സങ്കടമാവും, കാരണം ദേവിമോള് നിനക്ക് മാറാനുള്ള ഡ്രസ്സ് വരെ കൊണ്ടുവന്ന് തന്നിട്ടാണ് പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് പിള്ളച്ചേട്ടൻ. അതേ സമയത്തുണ്ടല്ലോ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശങ്കരനമ്മാമയാണ്. ശങ്കരനമ്മാമയെ എല്ലാവരും അമ്മമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ ശങ്കരൻ എന്ന് പറയുന്നത് നമ്മുടെ ബാലൻ്റെ മാമനാണ്. മാമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻ്റെ അമ്മ ലക്ഷ്മിയുടെ ഒരേ ഒരു സഹോദരനാണ് ഈ പറയുന്ന ശങ്കരൻ. ഈ ശങ്കരനും നമ്മുടെ ബാലൻ്റെയും കുടുംബങ്ങൾ തമ്മിൽ പൊരുത്തക്കുറവുണ്ട്. അവർ തമ്മിൽ അത്ര രസത്തിലല്ല ജീവിക്കുന്നത്. പണ്ട് ചെറിയൊരു പ്രശ്നം ചെറിയല്ല, അവരുടെ എന്തോ ഫാമിലി പ്രശ്നം മൂലം നമ്മുടെ ബാലൻ്റെ അച്ഛൻ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവർ തമ്മിൽ ശത്രുതയാണ്, രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയാണ്. അങ്ങനെ അതുകൊണ്ട് ഈ അമ്മാമ്മയും സാവിത്രി അമ്മായി എന്ന് പറയുന്നത് ശങ്കര അമ്മാമ്മയുടെ ഭാര്യയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സാവിത്രി അമ്മായിക്കാണ് ഈ പറയുന്ന ബാലൻ്റെയും ഫാമിലിയും കാണുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരെയാണ് നമ്മുടെ ശങ്കരമാമ ഈ പറയുന്ന ദേവിയുടെ അമ്മയുടെ ഈ പറയുന്ന 60ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവർ തമ്മിൽ 2 ബന്ധമാണുള്ളത്. കാരണം ഈ സാവിത്രി അമ്മായി എന്ന് പറയുന്നത് നമ്മുടെ ശങ്കരമ്മാമ്മയുടെ ഭാര്യയാണ്. അവരുടെ സഹോദരൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ബാലൻ്റെ ഭാര്യ ദേവിയുടെ സഹോദരനാണ്. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെ നമ്മുടെ ശങ്കരമ്മാമ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സാവിത്രിയെ വിളിക്കുകയാണ്, എടി സാവിത്രി, ഇത് എത്ര നേരമായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു, നിനക്കെന്താ ഇതുവരെ ഇറങ്ങാൻ സമയം കിട്ടിയില്ലേ, പെട്ടെന്നാവട്ടെ, ഇതെന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ധൃതി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സാവിത്രിയുമായി റെഡി ആയിട്ടുണ്ട്, കയ്യിലൊരു പാക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയണം, എന്താ മനുഷ്യ ഇത്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് ചെവിക്കകത്ത് വന്ന് കിടന്ന് മൂളുന്നത് പോലെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും, എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്, ഞാൻ പോവാൻ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ഒരു പിറന്നാളിൻ്റെ പോലുള്ള ഒരു ചടങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റൊക്കെ എടുക്കണ്ടേ, ചുമ്മാ അതങ്ങ് അണിഞ്ഞൊരുങ്ങി കെട്ടി ഇറങ്ങിയാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രി അമ്മായി ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ്. അമ്മായിക്ക് എപ്പോഴും ദേഷ്യമാണ്. അങ്ങനെ നമ്മുടെ അമ്മായി അങ്ങനെ റെഡി ആയിട്ട് വരികയാണ്. വരുന്ന സമയത്തിന് അമ്മായി ചോദിക്കുകയാണ്, അഞ്ജു എന്തി, ഇവളെ ഒരു സമയത്തും കാണത്തില്ലല്ലോ, എടി അഞ്ജലി, എടി അഞ്ജു, നീ അവിടെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്നിങ്ങനെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അതേസമയം അഞ്ജലി എന്ന് പറയുന്നത് ഇവരുടെ ഒരേ ഒരു മകളാണ്. ഇവർക്ക് ആണും പെണ്ണുമായിട്ട് ഈ ഒരൊറ്റ മകളാണുള്ളത്. അഞ്ജു എന്നാണ് വിളിക്കുന്നത്, അഞ്ജലി എന്നാണ് യഥാർത്ഥ പേര്. അങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നായികയായ അഞ്ജലിയാണ്. അഞ്ജലി ഇങ്ങനെ ഒരുങ്ങുന്നതായിട്ട് അഞ്ജലിയുടെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. പിങ്ക് കളറിലുള്ള വളയെടുക്കുന്നു, ഒരു കയ്യിലിടുന്നു, മറ്റേ കയ്യിലിടുന്നു, വലിയ ജിമിക്കി കമ്മൽ എടുക്കുന്നു, എന്നിട്ട് ഈ കാതിലിടുന്നു, മൂക്കുത്തി അണിയുന്നു. അതിനുശേഷം ലാസ്റ്റാണ് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലി ഇങ്ങനെ
അതിസുന്ദരിയായ നമ്മുടെ അഞ്ജലിയെ കാണിക്കുകയാണ്. അങ്ങനെ അഞ്ജലി പറയണം, അമ്മേ ദേ വരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അഞ്ജലി അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സാവിത്രി അമ്മായിയോട് നമ്മളെ ശങ്കരൻ പറയുകയാണ്, മോള് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ സാവിത്രി, അവൾ വരട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ, മോള് ഒരുങ്ങിയിട്ട് എവിടെ പോകാനാണ്? അത് മോളെ കൊണ്ടുപോകണ്ടേ ഫംഗ്ഷനിൽ പോകുമ്പോൾ? നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളല്ലേ ഉള്ളൂ, അവളെ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് പോകണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാവിത്രി അമ്മായി പറയുകയാണ്, പിന്നല്ലാതെ നിങ്ങളുടെ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഓച്ചാനിച്ച് നിൽക്കാനല്ലേ നിങ്ങൾ ഈ വെപ്രാളം പിടിച്ച് പോകാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ മോളെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. നമ്മുടെ മോളെയും കൂടി അവിടെ കൊണ്ടുപോയാലുണ്ടല്ലോ നിങ്ങളുടെ ചേച്ചി പറയും അവർക്കുള്ള 3 ആമക്കളില്ലേ അവരെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് പറയും. എനിക്കുണ്ടല്ലോ നിങ്ങളുടെ ചേച്ചിയെ കണ്ടാൽ വിറച്ച് കയറും, അതുകൊണ്ടേ എൻ്റെ മോളെ കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അഞ്ജുവിനെ കാണുമ്പോൾ നമ്മുടെ സാവിത്രി അമ്മായിയുടെ പിരി വെട്ടുകയാണ്. സാവിത്രി അമ്മായി ചോദിക്കുകയാണ്, എന്താ അഞ്ജു, നീ എന്താ ഈ കോലമൊക്കെ കുത്തിക്കൊണ്ട് നീ ഇത് എങ്ങോട്ട് പോകണു? കാരണം അഞ്ജു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അഞ്ജു സാധാരണ ഫുൾ സാരി ഉടുക്കുന്ന ആളല്ല. അപ്പോൾ അഞ്ജു പറഞ്ഞു, കോലോ ഇത്ര നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിട്ട് അമ്മ ഞാൻ എന്നെ കോലോ എന്നാണോ അമ്മയെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ എവിടേക്ക് പോകുന്നതെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അമ്മേ ഞാനും കൂടി അമ്മയുടെ കൂടെ വരികയല്ലേ, നീ എങ്ങും വരുന്നില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്നോളണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ശങ്കരൻ പറയണേ, എന്താ സാവിത്രി ഇത്, അവൾ കൂടി നമ്മളെ കൂടെ വന്നോട്ടെ, അവൾ ഒരുങ്ങിയില്ലേ, അവളോട് ഒരുങ്ങാൻ ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അവളോട് ഒരുങ്ങാൻ? ഇല്ലല്ലോ, അവളെ തന്നിഷ്ടത്തിന് ഒരുങ്ങിയതല്ലേ, ഇവിടെ നിന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജു ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛ പ്ലീസ് അച്ഛ പ്ലീസ് ഞാനോടി വരട്ടെ അച്ഛ ഇതൊരു ഫംഗ്ഷൻ അല്ലേ അച്ഛ, ജയന്തി എടുത്ത് എന്നോട് പ്രത്യേകം പറഞ്ഞതാ വരണമെന്ന്. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ വരണ്ട, നീ വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട. ദേ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മുറ്റത്ത് അശയെ കൊണ്ടുപോയി വിരിക്കടി എന്നിങ്ങനെ പറയണം. അപ്പോൾ അഞ്ജു പറയണം, അമ്മേ പ്ലീസ് അമ്മേ ഞാനോടി വരട്ടെ അമ്മേ, ഞാൻ ഒരുങ്ങിയില്ലേ അമ്മേ. നിന്നോട് ഒരുങ്ങാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടാണോ നീ ഒരുങ്ങിയത്? അല്ലല്ലോ, എന്തായാലും വരണ്ട. നീ വന്നാലുണ്ടല്ലോ ഇങ്ങേരക്കുള്ള പെങ്ങളില്ലേ, ഇങ്ങേരക്കുള്ള ചേച്ചി, അവർ പറയും അവരെ അമ്മക്കളെ കാണിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ കെട്ടി ഒരുക്കി കൊണ്ടു കിടക്കുകയാണെന്ന്. കെട്ടുപ്രായം ആയ ഒരു മോളെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല, മര്യാദയ്ക്ക് വീട്ടിലിരിക്കടി. നിൻ്റെ ചേച്ചി ഉണ്ടല്ലോ, നിങ്ങളുടെ ചേച്ചി ഉണ്ടല്ലോ, അവർ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴേ വന്നിട്ടുണ്ടാവും എന്നിങ്ങനെ പറയണം. അപ്പോൾ ശങ്കരൻ പറയണേ, എൻ്റെ സാവിത്രി അവൾ ചേച്ചി വന്നിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ചേച്ചിക്ക് കാല് വയ്യാത്ത ചേച്ചി എങ്ങനെ വരാനാണ്? ഓ അതൊക്കെ നിങ്ങളുടെ ചേച്ചി വന്നോളും, പത്രാസ് കാണിക്കാനേ അവർ മിടിക്കുക എന്നൊക്കെ പറയുകയാണ് നമ്മുടെ സാവിത്രി അമ്മ. അങ്ങനെ ഒരു രക്ഷയില്ല, നമ്മുടെ അഞ്ജു ആണെങ്കിൽ കിടന്ന് കെഞ്ചാണ്. അങ്ങനെ സാവിത്രി പറയണം, അഞ്ജു വരണ്ടെന്ന് പറഞ്ഞാൽ നീ വരണ്ട, ദേ അവിടെ ഫ്രിഡ്ജിൽ മീൻകറി ഇരിപ്പുണ്ട്, കുറച്ച് ചോറ് കൂടി വെച്ചിട്ട് നീ അങ്ങ് കഴിച്ചേച്ചാൽ മതി. ആ മീൻകറി വേണമെങ്കിൽ ചൂടാക്കുക, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ഇവിടെ ഇരുന്നോ വീട്ടിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാവിത്രി പറയുകയാണ്. ശങ്കരമാമയോട് പറയണം, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ചേച്ചിയുടെ മുന്നിൽ അങ്ങനെ ചെന്ന് ഓച്ചാനിച്ചിരിക്കാനോ നിൽക്കാനോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പോയ പിരി അവിടെ വെച്ച് ഇളക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരനെ ബ്ലാക്ക്മെയിൽ ചെയ്യുക നമ്മുടെ അമ്മായി. അതിനുശേഷം നമ്മുടെ ശങ്കരമാമയും അമ്മായിയും കൂടെ നടന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അഞ്ജു ഗഞ്ചിക്കൊണ്ട് പിറകെ ചെല്ലുകയാണ്. അപ്പോൾ ശങ്കരമാമ പറയണം, മോളെ സാവിത്രിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ, സാവിത്രി പറയുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ, എൻ്റെ മോൾ അതുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അഞ്ജു വിചാരിക്കണം, എന്ത് കഷ്ടമായത്, എത്ര നാളോടെ ഞാൻ കാത്തിരിക്കായിരുന്നു ഇന്ന് പോകണം എന്നുള്ള കാര്യം, ഹരിയേട്ടനെ ഒന്ന് കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നിന്നത് ഹരിയേട്ടനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് അതിനൊന്നും പറ്റാതായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ അഞ്ജു വിഷമിക്കുകയാണ്. ഇല്ല, എന്തായാലും ഞാൻ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിച്ചേ അടങ്ങൂ, ഞാൻ ഈ അവസരം എന്തായാലും പാഴിക്കളയില്ല, എങ്ങനെയെങ്കിലും ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ അതിനെന്താ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അതേസമയം അതായത് പുള്ളിക്കാരത്തിക്ക് നമ്മുടെ ഈ അഞ്ജലി എന്ന് പറയുന്നത് നമ്മുടെ നായികയ്ക്ക് ഇഷ്ടമാണ്. നമ്മുടെ സാന്ത്വനം എന്ന് പറയുന്നത് നമ്മുടെ ബാലൻ്റെയൊക്കെ തറവാടാണ്. സാന്ത്വനത്തിലെ ബാലൻ്റെ തൊട്ട് താഴെയുള്ള ഹരികൃഷ്ണനെയാണ് നമ്മുടെ അഞ്ജലിക്ക് ഇഷ്ടം. ഹരികൃഷ്ണനാണെങ്കിലുണ്ടല്ലോ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ നമ്മുടെ ഹരികൃഷ്ണനെയാണ് നമ്മുടെ ഈ പറയുന്ന അഞ്ജലിക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഹരികൃഷ്ണനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഞ്ജലി വെപ്രാള പിടിക്കുന്നത്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ സാന്ത്വനത്തിലാണെങ്കിൽ നമ്മുടെ ബാലനൊക്കെ ഒരുങ്ങിയിട്ട് ദേവിയെ തിരക്കുകയാണ്. ബാലൻ ചോദിക്കണം, ഇത്രയും നേരമായിട്ട് ദേവിയെ കാണുന്നില്ലല്ലോ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ദേവി ഇവിടെ നിന്ന് മുങ്ങുമെന്നുള്ള കാര്യം, ഇങ്ങ് വരട്ടെ അയാൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അകത്തുനിന്ന് ഓടിക്കൊണ്ട് വരികയാണ് ദേവി. അപ്പോൾ ഉടനെ നമ്മുടെ
കണ്ണൻ പറയണേ, ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ദേവിയെടുത്തി വലിയെടുത്തി എന്നാട്ടോ വിളിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ വല്യേട്ടാ വലിയെടുത്തി അടുക്കള വഴിയാണ് പോയെന്ന്, കണ്ടില്ലേ കയറി വന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ദേവി ഇങ്ങനെ നോക്കുകയാണ് കണ്ണനെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലൻ ചോദിക്കുകയാണ്, താൻ എന്താടോ ഈ എന്ത് പണിയാടോ ഈ കാണിച്ചത്? തന്നോട് ആരാ പറഞ്ഞത് ഇപ്പോൾ കടയിൽ ഭക്ഷണം കൊണ്ടുപോവാൻ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു താൻ ഭക്ഷണവും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഊട്ടിച്ചിട്ട് പിന്നെ പതുക്കെ താൻ വരുവോളെന്ന്. ഇപ്പം തന്നെ ഒരുപാട് താമസിച്ചു. ഇന്നലെ തന്നെ ഞാൻ എന്തെല്ലാം സേതുവിൻ്റെ വായിലിരിക്കുന്ന കേട്ടെന്നറിയാമോ? ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലുമ്പോഴേ ആങ്ങളും പെങ്ങളും കൂടെ തമ്മിലായിക്കോ, എന്നെ ഇതിലൊന്നും പെടുത്തരുത് എന്നിങ്ങനെ പറയുകയാണ് ബാലൻ. അതിനുശേഷം അപ്പോൾ ദേവി പറയണ, അത് ബാലേട്ടാ ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവൻ പട്ടിണി ഇരുന്നേനെ. അവൻ പട്ടിണി ഇരിക്കാൻ എന്താ ദേവി, അവൻ എന്താ ചെറിയ കുട്ടിയാണോ? അവൻ വീട്ടിൽ വന്ന് കഴിച്ചിട്ട് പോകുമായിരുന്നല്ലോ. നിനക്ക് അവനെ ഫോണിൽ വിളിച്ചെന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം പോരായിരുന്നോ? അത് ബാലേട്ട ഞാൻ ഫോണിൽ വിളിച്ചതാണ്, പക്ഷെ അവൻ ഫോൺ എടുക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചെന്നത് എന്നിങ്ങനെ ദേവി പറയണം. അപ്പോൾ ബാലൻ പറയണം, ആ എന്തെങ്കിലും ആവട്ടെ, താൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ എന്നിങ്ങനെ പറയണം. പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ, എനിക്കെത്തി സാരി മാറിയാൽ മതിയല്ലോ ബാലേട്ട, ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ദേവി പെട്ടെന്ന് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അമ്മ പറയുകയാണ്, ലക്ഷ്മി അമ്മച്ചി പറയണം, കണ്ടില്ലേ ബാല, അവളെ തെറ്റു പറയാൻ പറ്റുമോ? സ്വന്തം മക്കളെ നോക്കുന്ന കണക്കല്ലേ അവൾ നോക്കിയത്, അവൾ ഇവന്മാരെ നോക്കി വളർത്തിയത്. ദേവിമോൾ ഈ വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് ഹരികൃഷ്ണന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ശിവനാണെങ്കിലോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഈ നിൽക്കുന്ന കണ്ണനാണെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചിരട്ടയും നാഴിയും പോലെയുള്ള കുഞ്ഞു മക്കളായിരുന്നു ഇവർ 3 പേരെയും. പെറ്റമ്മയെ പോലെ അവരെ സ്നേഹിച്ച് വളർത്തി നോക്കി ഇത്ര വലുതാക്കിയത് അവളല്ലേ. അപ്പോൾ അവളുടെ മനസ്സിൽ ശരിക്കും അവരോട് മക്കളോടുള്ള സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ബാല, അവളെ നിനക്ക് കിട്ടിയതുണ്ടല്ലോ കാർന്നോമാർ ചെയ്ത സുഹൃതമാണ്. ഇവളുടെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിലുണ്ടല്ലോ നിന്നെയും ഇവിടെ നിന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയിട്ട് 4 പേരെയും എന്താ കുരങ്ങിൻ്റെ കൈ കിട്ടിയ പൂമാല പോലെ നാല് പേരെ 4 മൂലയ്ക്കാക്കിയിട്ട് അവൾ നിന്നെയും കൊണ്ട് പോയാനേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അവൾ നിൻ്റെ സുഹൃതമാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മച്ചി. അത് പറയുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലൻ്റെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വിരിയാണ്. അപ്പം നമ്മുടെ കണ്ണൻ ഇങ്ങനെ ബാലനെ നോക്കിയിട്ട് പറഞ്ഞു, വല്യേട്ടൻ്റെ ചുണ്ടിൽ റൊമാൻസ് വരുന്നുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ബാലൻ ഇങ്ങനെ തുറിച്ച് ഇങ്ങനെ കണ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താടാ നീ പറഞ്ഞത്? ഒരു ഏട്ടൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഭാഷയാണോ ഉണ്ടായത്? ഒരു ഏട്ടനോട് പറയാനുള്ള വാക്കാണോ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ കണ്ണൻ ചോദിക്കണം, അതെന്താ കുഴപ്പമായോ, ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ബാലൻ പറയാണ്, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, നിനക്കിപ്പോൾ കുറേ നാളിൻ്റെ എത്തി കൂടുന്നുണ്ട് എന്നിങ്ങനെ ബാലൻ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലനും ഹരിയും അതുപോലെ ഉമ്മറത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ബാലൻ ചോദിക്കുകയാണ്, വണ്ടി ഇതുവരെ വന്നില്ലല്ലോടാ ഹരി, എന്താ ഇത്ര താമസിക്കുന്നത്? ഏട്ടാ അത് അരമണിക്കൂറിന് മുമ്പേ വിളിച്ചപ്പോഴേ തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിള്ളമാമൻ ഏർപ്പാടാക്കിയ ആളാണ്, ടാക്സി കാര്യമാണ് കേട്ടോ, പിള്ളമാമൻ ഏർപ്പാടാക്കിയതാണ്, പക്ഷേ ഇതുവരെയും കണ്ടില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ബാലൻ പറയണം, ഇയാളിത് എന്താ ഇങ്ങനെ താമസിച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് ഇങ്ങ് എത്തുന്നത്? ഒരാളിതേ ഡ്രസ്സ് മാറി ഒരുങ്ങാനായിട്ട് അകത്തേക്ക് പോയിരിക്കുന്നു, ഇനി അയാൾ ഇനി എപ്പോഴാണോ ഒരുങ്ങി വരുന്നത്, ദേവിയുടെ കാര്യമോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാലൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വാതിലിൻ്റെ അവിടെ നിന്ന് ഒരു കാണിക്കുന്നത് സാരിയുടെ താഴെ ഭാഗം തൊട്ട് മുകളിലോട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ദേവി നല്ല എന്താ പിസ്ത പച്ച കളറിലുള്ളൊരു കസവ് സാരിയൊക്കെ ഉടുത്ത് നല്ല സെറ്റായിട്ട് അണിഞ്ഞൊരുങ്ങി അതിസുന്ദരിയായിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് കാണിച്ച് എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ ഇത് സാന്ത്വനം 2ാം ഭാഗത്തിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ സത്യം പറയുവാണെങ്കിൽ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെയാണ് എനിക്ക് വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള ആ ഒരു ഊർജ്ജം കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം പേരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇഷ്ടപ്പെടുന്നവരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്കെങ്കിലും ചെയ്യൂ. ഇതൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്താ, ഇത്ര കഷ്ടപ്പെട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ലൈക്കും ഇല്ല, ഡിസ്ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, അങ്ങനെ അതൊരു വിഷമമല്ലേ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി വച്ച് താമസിപ്പിക്കരുത്. ഇത്തിരി നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും മറന്നു പോവും, പറയാൻ ഞാനും മറന്നു പോവും. ഇനി സാന്ത്വനം 3ാം ഭാഗത്തിൻ്റെ എപ്പിസോഡുമായിട്ട് പെട്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങ് വരും. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും